Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും മൂന്ന് ചേരുവകൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഗുലാബ് ജാമുൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു ഗുലാബ് ജാമുൻ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലോ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. എന്നാൽ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് ഓർത്തിട്ട് ഇതിൻ്റെ രുചിക്ക് ഒരു വ്യത്യാസം ഇല്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിൽ അതേ മണത്തിലൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു ഗുലാബ് ജാമുൻ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പഞ്ചസാര പാനിയാണ്. അപ്പോൾ അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ചേർക്കുന്നത് 1/2 കപ്പോളം ഉള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കണം. നിങ്ങൾക്കപ്പോൾ മെഷർമെൻറ്റ് കപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അളക്കുന്നത് ആ ഗ്ലാസ് തന്നെയാണ് ആയിരിക്കണം നമ്മൾ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1/2 കപ്പിന് ഞാൻ അളന്നിട്ടുള്ള അതേ കപ്പിൽ തന്നെ 2 കപ്പോളം ഉള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ എടുത്താൽ മതി. നിങ്ങൾ അളക്കാനെടുത്ത ആ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അതേ അളവിൽ തന്നെ നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പഞ്ചസാര പാനിയുടെ അളവെന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിനകത്തോട്ട് ഏലക്ക ഇടുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്കിവിടെ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം, ഒരു ഏലക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. ഒത്തിരി ഏലക്കയുടെ ഫ്ലേവർ ആയി കഴിഞ്ഞാലും കൊള്ളത്തില്ല. അപ്പോൾ ആ ഒരു ഏലക്കയുടെ കുരു ചതച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഞാൻ ഇടാനുണ്ടായത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു പഞ്ചസാര പാനി ആയിക്കെ കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ഏലക്കയുടെ കുരു കടിക്കാനൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് അരിച്ചിട്ട് ഒന്ന് മാറ്റി കളയാം. പക്ഷെ എന്തായാലും ഇതിൻ്റെ ഫ്ലേവർ ആ വെള്ളത്തിൽ ഇറങ്ങി കാണും. അപ്പോൾ എന്തായാലും നമുക്ക് 4 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 4 മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതിപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. ഇത് നല്ലൊരു എന്താ പറയുക, ഒത്തിരി അങ്ങ് ലൂസായിട്ടല്ല, നല്ലൊരു തിക്കായിട്ട് ഇങ്ങനെ വരുവാണ്. ഇപ്പോൾ സ്പൂണിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് വെള്ളം പോലെ ഒന്നും അങ്ങ് താഴെ വീഴുന്നില്ല. അതങ്ങനെ ഒരു ഷേപ്പിന് അങ്ങനെ കെടുക്കുവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് ഇരിക്കും തോറും ഇതൊന്ന് തിക്കായിട്ട് വരും. ഇതൊന്ന് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ തിക്കായിട്ട് വരും. അപ്പം ഞാൻ എന്താണെങ്കിലും ഞാനൊന്ന് വിരലിട്ട് ഞാൻ കണ്ടോ ഇത് ഒന്ന് കാണിക്കുവാണ്. അപ്പോൾ ഇത് ഇത്രയും ഒരു എന്താ പറയുക, നമ്മുടെ വിരലിലൊക്കെ ഒട്ടാൻ തുടങ്ങും. ഇതാണ് അപ്പം അതിൻ്റെ ഒരു പരുവം. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. കാരണം ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ നമുക്കിനി അതിൻ്റെ കുരു അതിനകത്ത് കിടക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡിയാണ്, അല്ലെങ്കിൽ പഞ്ചസാര പാനി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിനി അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതിൻ്റെ റോള്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം ചൂടായി വരുമ്പം ഞാൻ ആദ്യം ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളമുള്ള നെയ്യാണ്. ഇപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഇച്ചിരി ഇഷ്ടമൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം വരെയുള്ള നെയ്യ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ഉരുകി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ്. അത് വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റിൽ മേടിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഇതൊരു 1/2 കപ്പോളം ഉള്ളതാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത് 1/2 കപ്പോളമുള്ള ഗോതമ്പ് പൊടി, അതുപോലെ 1/2 കപ്പോളമുള്ള പഞ്ചസാരയൊക്കെയാണ് കേട്ടോ. അപ്പം അതൊന്ന് ഓർത്തോണോ കണക്കെല്ലാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു 4 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് 2 കാര്യമുണ്ട്. ഒന്ന്, നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഗോതമ്പ് പൊടിക്ക്. നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തുമണൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു 4 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ നമുക്ക് ഇത് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഒത്തിരി എണ്ണയിലിട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഇതിൻ്റെ ഗോതമ്പ് പൊടി നല്ലതുപോലെ വെന്തിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു 4 മിനിറ്റോളം ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ നിറം ഒത്തിരി അങ്ങ് മാറേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു മണം വരാൻ തുടങ്ങും നമുക്ക്. ഈ ഒരു ഗോതമ്പ് പൊടി ആ ഒരു നെയ്യിലൊക്കെ കിടന്നിട്ടുള്ള ഒരു മണമുണ്ട്. ആ മണം വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്കൊരു പാൽപ്പൊടിയിലൊക്കെ ഒരു മണമാണ് കിട്ടുക ഈ ഒരു ഗോതമ്പ് പൊടി നെയ്യിലൊക്കെ വറുത്ത് വരുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 4 മിനിറ്റോളം വറുത്തെടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാ ഒരു 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഗോതമ്പ് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ള കൂട്ട് നമ്മൾ ഞാൻ ഇതൊന്ന് കുഴയ്ക്കുന്നത് മിക്സിയിലാണ്. ഇത് മിക്സിയിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ മിക്സിയിലും ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബൗൾ എടുത്തിട്ട് ചപ്പാത്തിയുടെ മാവ് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് ആ പരുവത്തിനാണ് കുഴയ്ക്കുക. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആ ഗോതമ്പ് പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടെ ചേർക്കണം. ഇനി ഇതിനകത്തോട്ട് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഉള്ളത് ചേർക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പാൽപ്പൊടി ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് ആരും ഉണ്ടാക്കാതെ ഇരിക്കരുത് കേട്ടോ. ഈ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചേർക്കണ്ട. അപ്പോൾ ഇത് രണ്ടുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചേർക്കണം, എന്നാലാണ് അത് നല്ല വീർത്ത് വരത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. 1/4 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് കപ്പിലാണോ അളന്നത്, നമ്മളിപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു 1/2 കപ്പോളം ഉള്ള വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് 1/4 കപ്പുള്ള വെള്ളമാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ 1/4 കപ്പോളമുള്ള വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു. കാരണം നമ്മൾ മുഴുവൻ എടുത്ത് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ആദ്യം 1/4 കപ്പ് ഒഴിച്ചിട്ട് നമുക്കൊരു 10 സെക്കൻഡോളം മിക്സിയിൽ ഒരു ആദ്യത്തെ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ മാവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതല്ല നമ്മുടെ കറക്റ്റ് പരുവം. നമ്മൾ പിന്നെ ആ വെള്ളത്തിൻ്റെ ഒരു കണക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ ബാക്കിയുള്ള 1/4 കപ്പ് ബാക്കിയുള്ള 1/4 കപ്പിൻ്റെ മുഴുവൻ ഒഴിച്ചിട്ടില്ല, അതിൻ്റെ ഒരു പകുതി ഒഴിച്ചിട്ട് ഞാനൊരു 10 സെക്കൻഡും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അടിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് മിക്സിയിൽ അടിക്കുന്നതെന്ന് വെച്ചാൽ 2 കാര്യമുണ്ട്. ഒന്ന്, പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മളിതിങ്ങനെ ഒത്തിരി കുഴയ്ക്കാനൊക്കെ നിൽക്കേണ്ട കൈകൊണ്ട്. ഇതൊരു മടിച്ചുകളുടെ ഒരു പരിപാടിയാണ്. ഞാനപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. നിങ്ങളതുകൊണ്ട് ഇനി എന്നെ വഴക്കൊന്നും പറയരുത്. നിങ്ങൾക്കതൊരു ഇഷ്ടമായിട്ട് തോന്നുവാണെങ്കിൽ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ഒരു 20 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ മാവ് കിട്ടും. നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ കുഴയ്ക്കുന്ന ആ ഒരു സമയം ഒത്തിരി നമുക്ക് ലാഭിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. കാരണം മിക്സിയുടെ ബ്ലേഡിന് അകത്ത് കിടന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ മാവ് തിരിയുമ്പോഴത്തേക്കും നല്ലതുപോലെ സോഫ്റ്റും സ്മൂത്തും ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഈ ഒരു ഗുലാബ് ജാമുൻ്റെ മാവ് നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ മിക്സി എങ്ങനെ ചെയ്യും, എങ്ങനെ ക്ലീൻ ആക്കും എന്നൊക്കെയുള്ള സംശയമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു സെക്കൻഡ് സ്പീഡിലിട്ടിട്ട് ഒരു 5 സെക്കൻഡ് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ പൊക്കോളും. അത് അന്നേരം തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മിക്സിയിൽ നിന്ന് എടുത്ത് വന്നിട്ടുള്ള നമ്മുടെ മാവ് ഇതാ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമുക്ക് എന്താ പറയുക, കൈകൊണ്ട് ഇനി കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ സൈസിലുള്ള കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് കുഞ്ഞ് ബോൾസുകളാക്കി എടുക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മളിത് എണ്ണയിൽ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ അതൊന്ന് പഫി ആയിട്ട് വരും, കുറച്ചും കൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം സ്മോൾ സൈസിൽ എടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ഇതിനകത്ത് പഞ്ചസാര പാനിയിലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് ചിലപ്പോൾ അതിങ്ങനെ ഒത്തിരി ബൾക്കിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞിതായിട്ടൊരു മീഡിയം സൈസിൽ ഇതുപോലെ റോളുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ റോളുകളാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ റോളുകളൊക്കെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ നല്ല ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെ ചൂടാക്കണം. ചൂടായ എണ്ണയിലോട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ഗുലാബ് ജാമുൻ്റെ റോളുകൾ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്കിത് അടുത്ത് തന്നെ ഉണ്ടാവണം. നമ്മൾ ആ കയ്യിലുകൊണ്ട് നല്ലതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് നല്ലതുപോലെ ഇങ്ങനെ കറുത്തിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ
ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ഗോൾഡിഷ് കളർ ആവുന്നത് വരെ. നമുക്കറിയാം ഗുലാബ് ജാമുൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു എന്താ പറയുക, ബ്രൗൺ എന്ന് പറയത്തില്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഒരു കടുത്ത കളറാണ്. അപ്പോൾ ആ ഒരു കളർ ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ എണ്ണ എടുക്കാത്തത് കൊണ്ട് ഇതിൻ്റെ സൈഡുകളൊക്കെ ചിലപ്പം ആ ഒരു വെള്ള കളർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ തന്നെ സൈഡൊക്കെ തിരിച്ചിട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ ഇച്ചിരി എണ്ണയാണ് യൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് ഇതിൻ്റെ ഒരു കളറൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് പോരാം. അപ്പോൾ ഇവിടെ എനിക്ക് 2 മിനിറ്റാണ് എടുത്തത്. ഞാൻ മീഡിയം ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റിൽ എടുത്തിട്ടാണ് ഞാനിത് ഈ ഒരു കളറിലാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒത്തിരി ഉള്ളൊക്കെ നല്ലതുപോലെ തന്നെ വേവും. കാരണം ഓൾറെഡി ഇത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ എണ്ണയിലും കൂടെ പൊരിച്ച് 2 മിനിറ്റോളം പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള ഒരു 3-4 റോളും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ഒക്കെ ഒരു ഗോൾഡിഷ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗണിഷ് കളർ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ റോൾ ഇവിടെ റെഡിയാണ്. നമ്മുടെ പാനിയും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ചെയ്യേണ്ടത് എന്താ, നമ്മുടെ ഈ ഒരു നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വറുത്തെടുത്തിരിക്കുന്ന ഈ ഒരു റോളുകൾ നമ്മുടെ ഒരു പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി കൂടുതൽ പാനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അളവുകൾ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഒത്തിരി പാനി എടുത്തിട്ടില്ല, കാരണം കുഞ്ഞുങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ അവർ കുടിക്കും. അവർ കുടിച്ചാൽ അത്തരം നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് അളവ് കൂട്ടാട്ടോ. അപ്പോൾ പക്ഷേ ഇത് ഞാൻ കുറച്ചെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വശം മാത്രം അത് മുങ്ങിയിരിക്കത്തുള്ളൂ. അപ്പോൾ കണ്ടോ നമ്മുടെ പാനി കണ്ടോ, ഇങ്ങനെ നൂല് പോലെ ഉള്ള പരുവത്തിനാണ് ഇപ്പോൾ വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റെങ്കിലും മിനിമം വെക്കാം. എത്ര നേരം കൂടുതൽ ഇരിക്കുന്നു അത്രയും അതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റ് ആവും. ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോളം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇച്ചിരി കൂടെ സ്വാദൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ക്ഷമയില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കഴിക്കാം, എന്നാലും ഇത് സ്വാദുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറയുന്നത്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണെന്ന് പറയത്തേയില്ല. ഇതിൻ്റെ ആ ഒരു നെയ്യിലൊക്കെ നമ്മൾ വറുത്തത് കൊണ്ട് ഇതിന് നല്ലൊരു സ്വാദാണ്. ശരിക്കും നമ്മൾ ഒരു കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതേ ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സൂത്രം ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് വളരെ സ്പോഞ്ചിയാണ്, വളരെ സോഫ്റ്റുമാണ്, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഈ ഗുലാബ് ജാമുൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.